ഭഗവാൻ വിഷ്ണുവിന്റെ 1000 നാമങ്ങളിൽ ഏറെ സവിശേഷമായ ഒന്നാണ് അനന്തൻ. എന്തുകൊണ്ടാണ് ഭഗവാനെ നാം അനന്തൻ എന്ന് വിളിക്കുന്നത്? വെറുമൊരു പേരിനപ്പുറം കാലത്തെയും പ്രപഞ്ചത്തെയും സംബന്ധിക്കുന്ന വലിയൊരു സത്യം ഇതിനു പിന്നിലുണ്ട്. സംസ്കൃതത്തിൽ അനന്ത എന്നാൽ അന്തമില്ലാത്തവൻ അല്ലെങ്കിൽ അവസാനമില്ലാത്തവൻ എന്നാണർത്ഥം. ഭാരതീയ ദർശനമനുസരിച്ച് ഭഗവാൻ വിഷ്ണു പ്രപഞ്ചത്തിന് മുൻപേ ഉള്ളവനാണ്. പ്രപഞ്ചം ഇല്ലാതായാലും ശേഷിക്കുന്നവനുമാണ്. അദ്ദേഹത്തിന് അതിരുകളില്ല. അദ്ദേഹത്തിന് തുടക്കമോ അവസാനമോ ഇല്ല. എല്ലാ വസ്തുക്കളിലും അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നു. എന്നാൽ ഒന്നിനും അദ്ദേഹത്തെ പരിമിതപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് നാശമില്ലാത്ത ആ പരബ്രഹ്മത്തെ നാം അനന്തൻ എന്ന് വിളിക്കുന്നത്. നാം വിഷ്ണുവിനെ സങ്കല്പിക്കുന്നത് പാലാഴിയിൽ അനന്തൻ എന്ന സർപ്പത്തിന് മുകളിൽ ശയിക്കുന്ന രൂപത്തിലാണ്. ഈ നാഗം യഥാർത്ഥത്തിൽ അനന്തമായ കാലത്തിന്റെ പ്രതീകമാണ്. 1000 തലകളുള്ള ആ നാഗം പ്രപഞ്ചത്തിന്റെ സകല ദിശകളെയും സൂചിപ്പിക്കുന്നു. അനന്തമായ കാലത്തിന് മുകളിൽ ശാന്തനായി വിശ്രമിക്കുന്ന ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവൻ തന്റെ യോഗനിദ്രയിലൂടെ നിയന്ത്രിക്കുന്നു എന്നാണ് ഇതിന്റെ പൊരുൾ. നമ്മുടെ ചിന്തകൾക്കും അറിവിനും അപ്പുറത്തുള്ള ചൈതന്യമാണ് ഭഗവാൻ വിഷ്ണു. അനന്തം എന്നത് അളക്കാൻ കഴിയാത്ത ഒന്നാണ്. നമ്മുടെ ഉള്ളിലെ ആത്മാവും സത്യത്തിൽ ആ അനന്തതയുടെ ഭാഗമാണ്. ആ തിരിച്ചറിവിലേക്ക് എത്തുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ ഭക്തനായി മാറുന്നത്.